والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അൽ-അർബഊന നവവിയിലെ ആദ്യത്തെ ഹദീസിനെ പറ്റിയാണ് നമ്മളിങ്ങനെ സംസാരിച്ചത്. നമ്മൾ പറഞ്ഞത് 12 കാര്യം അതിനെപ്പറ്റി പറയാൻ പറഞ്ഞു. ഒന്നാമത്തെ ഹദീസിനെ പറ്റി അതിലൊരു കാര്യം പറഞ്ഞത് നവവിയെ പറ്റി കുറച്ച് സംസാരിച്ചു. പിന്നെ ഞാൻ ആ ഹദീസ് ഒന്ന് വായിച്ചു. ഹദീസ് ഒന്നാമത്തെ ഹദീസാണ്. ആ ഹദീസ് ഞാൻ ഒന്നും കൂടി ഒന്ന് വായിക്കണം. അമീറുൽ മുഅ്മിനീൻ അബീ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂ ഹഫ്സ് ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബൂ ഹഫ്സ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹ്, റസൂൽ തിരുമേനി യഖൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവaa, എല്ലാ മനുഷ്യർക്കും അവരുടെ നിയ്യത്ത് അനുസരിച്ച് അതെന്താണോ അതുണ്ടാവും. ഫമൻ കാനത് ഹിജ്റതു ഇലല്ലാഹ്, ഒരാളുടെ ഹിജ്റ അല്ലാഹുവിലേക്കാണെങ്കിൽ റസൂലി അവന്റെ ദൂതനിലേക്കുമാണെങ്കിൽ ഫഹിജ്റതു ഇലല്ലാഹ്, അപ്പൊ അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കുമായിരിക്കും. ഇനി അതല്ല, ഒരാള് ഹിജ്റ പോകുന്നത് ഒരു ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ ലിദുനിയാ യുസൈബുഹാ ഔ ഇംറഅ യൻകിഹു, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനാ പോണെങ്കിൽ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പൊ അവന്റെ ഹിജ്റ ഏതിനാണോ പോയത് അതിനിട്ടു. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞു അബൂ ഉമർ ഖത്താബിനെ പറ്റി നമ്മൾ ചെറിയൊരു വിവരണം പറഞ്ഞു. പിന്നെ നാലാമത് പറഞ്ഞത് ഈ ഹദീസിന്റെ സ്ഥാനം, ഇസ്ലാമിന്റെ അടിത്തറകൾ ഒരു 3 ഹദീസുകളിലൂടെ എന്നൊക്കെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു അതിൽപ്പെട്ട ഒരു ഹദീസാണ് അൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ്. അഞ്ചാമത്തെ കാര്യം, ഈ ഹദീസ് ഉമർ ഖത്താബ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ചിലരൊക്കെ ഖബർ വാഹിദ് സ്വീകരിക്കൂല എന്ന് പറയില്ല. ഇപ്പൊ ഹദീസിനെതിരൊക്കെ വരുന്നൊരു കാലാണ്. ഖബർ വാഹിദ് പറഞ്ഞാല് മുത്തവാത്തിർ അല്ലാത്തത്. മുത്തവാത്തിർ പറഞ്ഞാൽ കുറെ സഹാബികളൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കുറെ താബികൾ ഉണ്ടാവും, വിനേശുള്ളവരുണ്ടാവും. ആ നിബന്ധന ഒക്കാത്തിനാണ് ഖബർ വാഹിദ്. അപ്പൊ ഖബർ വാഹിദ് നമ്മൾ സ്വീകരിക്കൂല പറഞ്ഞിട്ടുണ്ട്. ഖബർ വാഹിദ് സ്വീകരിക്കൂല. ഇപ്പൊക്കെ ഹദീസൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് പല ഭാഗത്തുകളൊക്കെ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എങ്ങനെ ഉണ്ടാവും? ലോകം മുഴുവൻ അംഗീകരിച്ച അവരുടെ ഗ്രന്ഥങ്ങൾ ഇത് ആദ്യം വെക്കണ ഹദീസാണ്. അതാണ് ഈ ഖബർ വാഹിദാണ്. അപ്പൊ അതാണ് ഒരു കാര്യം. അതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിക്കും. ആറാമത് പറഞ്ഞത് ഈ നിയ്യത്ത് അതെന്തിനാ വെച്ചാൽ നമ്മൾ സ്ഥിരമായി പതിവായി ചെയ്യേണ്ടതും ആരാധന തമ്മിൽ വേർതിരിക്കുന്ന കാര്യമാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, നിയ്യത്ത് ഹൃദയത്തിലാണ്, വിളിച്ചു പറയലല്ലാതെ. നിയ്യത്ത് പറയുന്ന പരിപാടി ഇല്ല ഇസ്ലാമില്, അത് ഹൃദയത്തിലാണ്. 8, ഈ ഹദീസിനൊരു അവതരണ കാരണം പറഞ്ഞു. ഈ ഹദീസിന് ഒരു അവതരണ കാരണമുണ്ട്. അങ്ങനെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഉമ്മു ഖൈസ് എന്നൊരാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഹിജ്റ പോയ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇസ്ലാമിലെ ഹിജ്റ അത് ആദ്യം മദീനയ്ക്ക് പോണതിന് മുമ്പ് തന്നെ ഒരു ഹിജ്റ എത്യോപ്യയിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ മദീനയിലേക്ക്. പിന്നെ എന്നും നിലനിൽക്കുന്ന ഹിജ്റ ഉണ്ട്, അത് വേറെ ഹിജ്റയാണ്. നിലനിൽക്കുന്ന ഹിജ്റ, ഈ പറഞ്ഞ ഹിജ്റ ഇപ്പോഴൊന്നും ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഹിജ്റ പോകണമെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ സ്ഥലം വേണം. അവിടെ മദീനയിലുണ്ടായിരുന്നു.
അപ്പോൾ എങ്ങോട്ടാ പോവുക? അപ്പോൾ ഹിജ്റ ബാധ്യതല്ല എന്ന് വിചാരിക്കേണ്ട. നിലനിൽക്കുന്ന ഹിജ്റ എന്താണ്? അൽ മുസ്ലിം മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് നാവിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കും. അവൻ്റെ കൈ കൊണ്ടും അവൻ്റെ നാവ് കൊണ്ടും മറ്റൊരു എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവനാണ് മുസ്ലിം. പിന്നെ പറഞ്ഞു വൽ മുഹാജിർ. ആരാണ് മുഹാജിർ? മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിലക്കിയതൊക്കെ ഒഴിവാക്കുന്നവർ, അതാണ് മുഹാജിർ. യാത്ര പോവാണ് മുഹാജിർ പറഞ്ഞാൽ, തിന്മകളിൽ നിന്നുള്ള യാത്ര. അപ്പം അത് നിലനിൽക്കുന്ന ഹിജ്റയാണ്. 10ാമത് നമ്മൾ പറഞ്ഞത്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എന്തൊഴിവാക്കിയാൽ ഹിജ്റ നാടും വേണ്ടപ്പെട്ടതൊക്കെ ഒഴിവാക്കണം, പകരം വേറെ നൽകുന്നു. അങ്ങനെ ഇബ്രാഹിം നബിക്ക് നൽകിയത് പറഞ്ഞു, സഹാബികൾക്ക് മുഹാജിറുകൾക്ക് കിട്ടിയതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. നല്ല സുറാഖത്ത് ഇബ്നു മാലിക്കിൻ്റെ ഒരു കഥ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ യൂസുഫ് നബി അള്ളാഹ്ക്ക് വേണ്ടി തിന്മ ഒഴിവാക്കിയപ്പോൾ അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങൾ പറഞ്ഞു. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി 11ാമത്തെ കാര്യം തരാം. ഇഖ്ലാസാണ് പോയി പറയണത്. നമ്മൾ നീയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യണമാണ് ഇഖ്ലാസ്. അപ്പം ഈ ഇഖ്ലാസിന്റെ ഗുണത്തിൽപ്പെട്ടൊരു വിഷയമാണ് അമല് കുറഞ്ഞാലും അതിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കൂലി കിട്ടും. ഇഖ്ലാസാണ് പ്രധാനം. നമ്മുടെ അമലുകൾ കുറേ എന്നല്ല, ചിലർക്ക് ഒരുപാട് അമലുണ്ടാവും, പക്ഷെ അതിനൊന്നും കൂലി കിട്ടൂല. അങ്ങനെ പറഞ്ഞു, അത് വലിയൊരു നിർഭാഗ്യം തന്നെയാണ്. കാരണം അതിങ്ങനെ ലീക്കായി പോകുന്നുണ്ടാവും വേറെ വഴിക്കൂടെ. അതിലൊന്നാണ് ഇഖ്ലാസില്ലായ്മ. ജനങ്ങളുടെ കണക്കിൽ ഒരുപാട് കർമ്മങ്ങളുണ്ടാവും. അതിനെപ്പറ്റി റസൂല് പറഞ്ഞത്, ദഖല റജുൽ ഫീ കൽ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഒരു പട്ടിന്റെ വിഷയത്തിൽ കയറിയതാണ്. ഒരു നായ. ആ നായ വിശന്ന് വലഞ്ഞു നിൽക്കണം. അയാൾ ഒരു കിണർ കണ്ടപ്പം അതിലിറങ്ങി കുടിച്ചു. ബക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുടിച്ച് വരുമ്പോഴാണ് ഒരു നായനെ അങ്ങനെ കാണുന്നത്. ദാഹിച്ചു വലഞ്ഞിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്തു? അയാൾ ആ ഷൂവിനെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് 2 കൈ പിടിച്ച് കിണറ്റിക്ക് ഇറങ്ങി അതിന് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ അവിടെ കാണാൻ ആരുമില്ല. അത് ഫോട്ടോ എടുക്കാനോ അയാളുടെ ആ കൃത്യം മാലോകരെ അറിയിക്കാനോ ആൾക്കാരുണ്ടാകുമ്പോൾ പലരും അങ്ങനെയൊക്കെ ചെയ്യും. ഇതാരുമില്ല അവിടെ. അയാളതിന് പ്രേരിപ്പിച്ച് അള്ളാഹിൻ്റെ അടുത്തുള്ള കൂലി മാത്രമാണ്. അതിൻ്റെ വിഷയത്തിൽ അയാൾ സ്വർഗത്ത് കയറിയെന്നാണ്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചെറിയ അമലാണെങ്കിൽ അതിന് വലിയ കൂലിയാണ്. അതില്ലെങ്കിൽ നല്ല പ്രശ്നമാണ്. അതെല്ലാവർക്കും ഈ പ്രശ്നം വരും. ഇത് വരാത്തുള്ള കുറവായിരിക്കും. ഏതറിയാം? നബി തന്നെ സഹാബികളോടൊക്കെ പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് വന്നപ്പോൾ അവരൊരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചർച്ച? നിങ്ങളെന്താ ചർച്ച ചെയ്യണം ചോദിച്ചാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നിങ്ങൾ കുറച്ച് മുമ്പ് ഈ മസീഹ് ദജ്ജാലിനെ പറ്റി പറഞ്ഞല്ലേ, അത് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യണം. അപ്പോൾ റസൂല് പറഞ്ഞു, അതിനേക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്നത് അശ്ശിർക്കുൽ ഖഫി, ഗോപ്യമായ ശിർക്കാണ്, ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം അപ്പം പറഞ്ഞു കൊടുത്തു. വേറൊരുത്ത് നോക്കി നിൽക്കുമ്പോൾ നിസ്കാരത്തിന് മോടി കൂട്ടുക എന്നാണ് അപ്പം പറഞ്ഞത്. ഒരുത്ത നോക്കി നിൽക്കുമ്പോൾ നിസ്കാരം ഉഷാറാക്കുക. അപ്പം എന്തായി? അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ നിസ്കാരം ഉഷാറാക്കേണ്ടത്. അപ്പോൾ ഓൻ കാണുമ്പോൾ ഒന്ന് ഭക്തി കൂട്ടുക, ഒന്ന് ഉഷാറായി നിസ്കരിക്കുക. അപ്പം ഇത് മറ്റുള്ളവർ കാണാൻ ഏത് ആരാധനകൾ പോയാലും പ്രശ്നമാണ്. ഇപ്പം മസീഹ് ദജ്ജാലൊക്കെ വന്ന ഭയങ്കര പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അതിനേക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കുന്നത് ചെറിയ ശിർക്ക്. ആരെ പറ്റിയാണ്? ഇതിപ്പോൾ സഹാബികളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പിന്നെ അവരല്ലാത്തവര് നല്ലൊരു പ്രശ്നമാണ്. ഞാനൊരു കഥ പറയുന്നത്, കഥ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണം ചെയ്യും. മുമ്പ് കഴിഞ്ഞ ഒരാളാണ്, അഹ്മദ് ബിൻ മിസ്കീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേട്ടിട്ടുണ്ടോന്നൊന്നും അറിയില്ല, എന്നാലും പറയണേ. അഹ്മദ് ബിൻ മിസ്കീൻ, അദ്ദേഹം 3-ാം നൂറ്റാണ്ടിലൊരു പണ്ഡിതനാണ്. 3-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. അയാള് ഭയങ്കര ദാരിദ്ര്യം, അല്ലാത്ത കഷ്ടപ്പാട്. അദ്ദേഹം പറയുന്ന വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല.
എനിക്കാണെങ്കിൽ ഒരു ഭാര്യ, കുട്ടി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തിറങ്ങി എൻ്റെ വീട് വിൽക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്, പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കൂട്ടുകാരൻ അബൂ നസർ എന്നൊരാളിങ്ങനെ വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം? കണ്ടിട്ട് ആകെ ഒരു പ്രശ്നമുണ്ടല്ലോ ചോദിച്ചു. നിങ്ങളുടെ മുഖത്തിനൊന്നും ഒരു തെളിവില്ലല്ലോ. അത് പറഞ്ഞു, ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു, എൻ്റെ വീട് വിൽക്കുകയാണ് പറഞ്ഞു. വല്ല നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 റൊട്ടിയും കുറച്ച് എന്തോ ഭക്ഷണം ഉണ്ടായിരുന്നു, അത് കൊടുത്തു ഇയാൾക്ക്. വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, ഭാര്യയും കുട്ടിയും കൊടുക്കാൻ. അങ്ങനെയൊക്കെ കൊണ്ടുപോവാണ്. അത് കൊണ്ടുപോകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കഥ അദ്ദേഹം പറയട്ടെ. ഒരു സ്ത്രീ എന്നെ കണ്ടു. ആ സ്ത്രീൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്. ഫനവർത്തുലി റൊക്കാക്കത്ത് എൻ്റെ കയ്യിൽ 2 റൊട്ടി ഉണ്ടായി. നമുക്ക് ഇങ്ങനെ നോക്കുക, ഈ കുട്ടി വശന്ന് കൊടുക്കുകയാണ്. ആ പെണ്ണാണ് വസ്ത്രമൊക്കെ ഒറ്റ പ്രശ്നത്തിലല്ല, നല്ല പാവമാണ്. അപ്പോൾ ഇത് ഭക്ഷണത്തിന് നോക്കി എന്നിട്ട് ആ സ്ത്രീ പറയാണ്, എൻ്റെ കുട്ടി വളരെ വിശന്ന് വരഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വല്ലതും വേണമെന്നാണ്. ആ കുട്ടിയാണെങ്കിൽ ആ റൊട്ടിമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് അത് നിങ്ങൾ കുട്ടിക്ക് കൊടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. അപ്പം അയാളുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ എന്ത് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളീ പണ്ട് നേരത്തെ പത്ത് അബൂ നസർ തന്നെ ഓടി വരുന്നുണ്ട്. അത് സന്തോഷ വാർത്ത ഉണ്ടെന്നുണ്ട്. എന്തോ നിങ്ങളെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്, അത് പണ്ട് നിങ്ങളെ മരിച്ചുപോയ വാപ്പ, അയാളൊരു ബിസിനസ് ഷെയറുള്ള ആളായിരുന്നു. ആ ബിസിനസ്സിൽ കുറേ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ വിഹിതം നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ്. അവൻ ഭയങ്കര സമാധാനം, ഇഷ്ടം പോലെ ധനം കിട്ടി. അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹിനെ സ്തുതിച്ചു. എന്നിട്ട് ഞാൻ ആ കണ്ട പെണ്ണിന് ആ കുട്ടിക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു. ഞാൻ ആ 2 റൊട്ടി കൊടുത്ത ആ പെണ്ണിന് ഒരു വീടുണ്ടാക്കി, അവർക്ക് വരുമാന വഴി ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ഞാനൊരു നല്ല സൽക്കർമ്മം ചെയ്ത ആളെ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു, കിനാവ് പറയണത്. ഞാൻ ഖിയാമത്ത് നാൾ നിൽക്കും പോലെ എനിക്ക് കിനാവ്. അങ്ങനെ തുലാസ് വെച്ചിട്ടുണ്ട് തൂക്കാൻ, അവിടെ മവാസീനുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമലുകളൊക്കെ തൂക്കുകയാണ് എല്ലാം. അങ്ങനെ തൂക്കുമ്പോഴൊക്കെ എന്താന്ന് അറിയണം, എൻ്റെ നന്മ എൻ്റെ തുലാസ് താഴണില്ല, അതിനൊന്നും കനം വരുന്നില്ല. പലരും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തതും മറ്റുള്ള ദാനം ചെയ്തതും അതൊന്നും കനം നൽകണില്ല. കാരണം അതിൻ്റെ ഒക്കെ ബാക്കിലെല്ലാം ഞാൻ ചെയ്ത സൽക്കർമ്മത്തിലൊക്കെ ഒരു ഷഹ്വത്തുൻ ഖഫിയ്യത്തുണ്ട്, ഗോപ്യമായ ഒരു ആഗ്രഹം. അതുവെച്ചാൽ അവരുണ്ടാക്കി കൊടുത്തത് ഞാനാണ് എന്ന് മറ്റവരൊക്കെ ഒന്ന് അറിയാൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു പൂതി അങ്ങനെ ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ഒരാൾ ഏത് ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് ഒരു ഷഹ്വത്തുൽ ഖഫിയ്യത്ത് കടന്നു കൂടിയിട്ടുണ്ട്. ഷഹ്വ ഖഫി പറഞ്ഞാൽ ഗോപ്യമായ ഒരു ആഗ്രഹം. അപ്പൊ ഇതും ഉള്ളിൽ വരും നമ്മളൊക്കെ, അത് സൂക്ഷിക്കണം. ഏത് സൽക്കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ്. ഇതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മാത്രമാക്കുക എന്നാണ് ഇഖ്ലാസ്. അള്ളാഹ്ക്ക് മാത്രം. ഇതൊരു മഹാപ്രശ്നമാണ്. ഇത് നമ്മളൊക്കെ പറയും, പക്ഷെ ഏത് സൽക്കർമ്മം നമ്മളൊക്കെ സംസാരത്തിൽ അതിൻ്റെ ഈ ഷഹ്വ ഖഫി ഉണ്ടല്ലോ. ഒന്നുകിലൊരു എൻ്റെ പള്ളിയിൽ എൻ്റെ ഭാരവാടി തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ അതിന് ഓടിയ ആളല്ലേ, എന്നിട്ട് എന്നെ അവഗണിച്ച്. അപ്പം എന്തായി, ഓട്ടം ഒരു പരിഗണനക്ക് വേണ്ടിയായി. ആ ഓട്ടം ഉള്ളിലറിയാതെ വരിക. അല്ല, ഞാൻ അവനതൊക്കെ ചെയ്തു കൊടുത്തു, ഓൻ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ആ ചെയ്തു കൊടുത്തൊക്കെ എന്തിനാ, ഓൻ്റെ അടുത്ത് എന്തോ ഒരു പരിഗണനക്കും ആദരവനും ഉള്ളിലുണ്ടാവും. ഇത് ബലികൾക്കുണ്ടെങ്കിൽ മൂറാത്താവ് തന്നെ പ്രാർത്ഥിക്കലുണ്ട്,
പഠിച്ചവനെൻ്റെ എല്ലാ അമലും ഖാലിസായതാക്കണം, ഇഖ്ലാസുള്ളതാക്കണം. പേടിയാണ്. അല്ലെങ്കിൽ ശഹവത്ത് ഖഫിയത്ത് വരുവേ. എങ്ങനെ ഭയങ്കര ജിഹാദയുടെ വിഷയമാണ് അത്ര. ഇത് പണ്ഡിതന്മാർ പറയുന്നത്. വലിയ വലിയ അലികൾ പറയാം, ഞാൻ എൻ്റെ ശരീരത്തോട് മനസ്സിനോട് ഇത്ര വലിയ ജിഹാദ് ചെയ്ത വേറെ വിഷയമല്ല. എന്ത് ചെയ്യുമ്പോഴും അതിൽ ഈ സാധനം വരും. മറ്റൊരൊക്കെ ഒന്ന് കാണാൻ ഓട് കാര്യപ്പെട്ട ആളാണെന്നൊക്കെ ഒന്ന് ആരെങ്കിലും വിചാരിച്ചോട്ടെ എന്നൊക്കെ എത്ര അല്ല എന്ന് പറഞ്ഞാലും ഓടിക്കോ അത് കിടക്കും. അപ്പൊ ഇയാൾ പറയും എൻ്റെ നന്മന്റെ തുലാസത്താകണില്ല. അപ്പൊ എനിക്ക് പ്രതീക്ഷയൊക്കെ പോയി. കാരണം അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ശഹവത്തുൽ ഖഫിയ്യത്ത്. അപ്പോൾ ശബ്ദം കേട്ടു, ഇയാൾക്ക് ഇനി ഒരു നന്മയില്ലേ. അപ്പൊ ഒരാൾ പറഞ്ഞു ഒന്നുണ്ട് അത് കൂടി നോക്കുക എന്നാണ്. കിനാവാണ്, നല്ല വലിയ പാടലുണ്ട് എല്ലാവരും പറഞ്ഞു. ഇയാൾ ആ പെണ്ണ് വന്നല്ല, പാവപ്പെട്ടൊരു പെണ്ണ് വന്നു. എനിക്ക് വല്ലതും വേണം, കുട്ടി വിശന്നിട്ട് കുറെ കാലായി. ആ പെണ്ണിന് വിശപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ആ 2 റൊട്ടി കഷ്ണം കൊടുത്തല്ലോ, അത് തുലാസ് കിട്ടപ്പോൾ കനം കൂടി നിന്നു. ആ 2 റൊട്ടി കഷ്ണം തുലാസ് കിട്ടപ്പോൾ എൻ്റെ നന്മന്റെ തുലാസ് കനം കൂടി. അതിനേക്കാൾ എത്ര സേവനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന ആ 2 റൊട്ടി കഷ്ണം അതാ കുട്ടി കരഞ്ഞ് വന്നപ്പോൾ അതിനാണ് കൊടുത്തത്. അത് വെറും ഇഖ്ലാസാണ് അതിലുള്ളത്, വേറെ ആരും കാണാനൊന്നുമില്ല. തനിക്ക് അത്യാവശ്യമുണ്ടായിട്ടും അത് വേറൊരാൾക്ക് തിരഞ്ഞെടുത്തു. പിന്നെ ആ കുട്ടിക്ക് അത് കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുനീരൊക്കെ വന്നിരുന്നു. ആ കണ്ണുനീരിനൊക്കെ അനുസരിച്ച് തുലാസ് ഇങ്ങനെ താഴെ അദ്ദേഹം കണ്ട കിനാവാണ്. അപ്പൊ ഇത് സംഗതി ഒരു കഥയാണെങ്കിലും ഇതാണല്ലോ സംഭവം. അവസാനം അത് വെച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ നമ്മുടെ അമലുകൾ നമ്മളൊക്കെ ആരൊക്കെ പോയി പറയണം, ഞാനാണെങ്കിലും ഇരിക്കണങ്ങളാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായത് എത്രണ്ട്. അതുകൊണ്ടേ കാര്യം കിട്ടുള്ളൂ. ഈ ലോകത്ത് രക്ഷ അതുകൊണ്ടേ കിട്ടുള്ളൂ. ഈ ലോകത്ത് രക്ഷ പറഞ്ഞാൽ ആ 3 ആൾക്കാരുടെ കഥയിലാണ്. 3 ആൾക്കാരുടെ കഥ. ഒരു ഗുഹയിൽ കൂടിയ പെട്ടല്ല, ഗുഹയിൽ കുടുങ്ങി. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രക്ഷ കിട്ടണമെങ്കിൽ ഒരു വഴിയുള്ളൂ, വലിയ പാറ ഒന്തിയാലോ നീങ്ങൂല. ഇനി നമ്മുടെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത കർമ്മം അതെടുത്ത് പറയാം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, വേറെ ആരും കാണാനല്ല. അള്ളാഹിനെ വിചാരിച്ച മാത്രം, വേറൊരുത്തൻ്റെ അംഗീകാരമോ സർട്ടിഫിക്കറ്റോ ലോകമാന്യോ വേറൊന്നുമില്ല. ഒരാൾ ഉഷാറായി ഇന്നെല്ലാത്തിനും നമുക്ക് നമ്മൾ മെസ്സേജ് ഇട്ടാൽ ലൈക്ക് കിട്ടണം. ഞാൻ ഒരു മെസ്സേജ് ഇട്ടേക്ക് നോക്കും ആരും ലൈക്ക് അടിച്ചിക്കണം. ഇതിലൊക്കെ ഈ പ്രശ്നമുണ്ട്. നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞാൽ അത് ആരെങ്കിലും നന്നാക്കി പറയുന്നുണ്ടോ, അത് ഉഷാറായി എന്ന് പറയുന്നുണ്ടോ, ഇതൊക്കെ നോക്കിക്കണം നമ്മൾ. ഇതിലൊക്കെ ഉണ്ട് ഒരു മറ്റുള്ളവരെ അംഗീകരിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനം. അപ്പൊ ഇത് ഇരുന്നാലോചിക്കേണ്ട വിഷയമല്ലേ. അപ്പൊ അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും ഇഖ്ലാസുള്ള കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ദുനിയാവിലും അത് തന്നെയാണ് രക്ഷ എന്ന് പറയുന്നത്. ഇനി നീയത്തുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ അമലിന് സ്വർഗത്ത് പോയി എന്നാണ്. ഇപ്പൊ ചെറിയ അമലിനാണ് ഇപ്പൊ സ്വർഗത്ത് പോയി എന്നാണ്. അതൊക്കെ കിനാവാന്ന് വിചാരിക്കാൻ പറ്റുന്ന. മറ്റേ ആ പട്ടിക്ക് വെള്ളം കൊടുത്തതോ റസൂല് പറഞ്ഞ ഹദീസല്ലേ, ഒരു പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന അത്ര വലിയ കാര്യം അതിനാ സ്വർഗത്ത് പോയി. കാരണം അതിൽ ഇഖ്ലാസ് ഉണ്ട്. ഇനി അതുമില്ല നിൽക്കുക, അതുമില്ല, നല്ല നീയത്തുണ്ടോ അതിനാ കൂലി. ഇഖ്ലാസ് ഒക്കെ നമ്മുടെ മനസ്സിലിട്ടാണ്. അത് വെറുതെ അല്ല നിങ്ങളുടെ ശരീരത്തിക്കോ നിങ്ങളുടെ തറവാട്ടിക്കോ നിങ്ങളുടെ നിറത്തിക്കോ നിങ്ങളുടെ നാട്ടിക്കോ നിങ്ങളുടെ വംശത്തിക്കോ എന്നല്ല നോക്കണത്, ഹൃദയത്തിക്കാന്ന് പറയുന്നത്. അത് തന്നെ നോക്കുള്ളൂ. അപ്പൊ ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തബൂക്ക് യുദ്ധത്തിന് എല്ലാവരോടും നിർബന്ധ സൈനിക സേവന എല്ലാവരും വരണമെന്നാണ്. പക്ഷേ ദൂരം 90 കിലോമീറ്റർ ഉണ്ട് തബൂക്ക്. ഇനി വാഹനം നിർബന്ധമാണ്. ചില സാധുക്കൾക്ക് വാഹനമല്ല, ഒരിങ്ങനെ വന്നു നോക്കുകയാണ്. നല്ല വാഹനം ആരും ഫ്രീ തീരു നോക്കുകയാണ്. ഒരാഴ്ച ഉതിറുണ്ട്, രക്ഷപ്പെട്ടു വിചാരിക്കല്ല. ആരെങ്കിലും വല്ല വാഹനം തിരിച്ച് വന്നിങ്ങനെ നോക്കുകയാണ്. ചിലർക്കൊക്കെ കിട്ടി, ചില കിട്ടി തവല്ലോ വായുനവും തഫീലുമെന്നെന്താം ഒരു മടങ്ങി പോവാണ് പെരിയക്ക് കരഞ്ഞുകൊണ്ട്. എന്താ ഞങ്ങൾക്ക് വാഹനം കിട്ടിയില്ല, യുദ്ധത്തിന് പോകാനേ. അവരെ പരാതിയും കരച്ചിലാണ്. പക്ഷെ അവരെ പറ്റി നബി തിരുമേനി പിന്നെ അവിടെ വെച്ച് പറയണം തബൂക്കിൽ ഇന്നവിൽ മദീനത്തിലെ റിജാലൻ, മദീനയിൽ കുറെ മനുഷ്യരുണ്ട്. മാ സിർത്തും മസീറൻ, നിങ്ങൾ ഒരു സഞ്ചാരവും നടത്തിയിട്ടില്ല. ഒലാ കത്താഴത്തും വാദിയൻ, നിങ്ങളൊരു താഴ്വരയും മുറിച്ച് കടന്നിട്ടില്ല. എല്ലാ കാനവും മാക്ക, അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ മദീനയിലെ ആൾക്കാർ
നിങ്ങളിപ്പോൾ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെയൊക്കെ കൂലി അവർക്കുണ്ട്. അവരൊന്നും ചെയ്തില്ല, അവർ പെരയിലിരിക്കുകയാണ്. പിന്നെ ഹെബസവും അൽ ഉദർ, അവർക്ക് ഉദറാണ്, അതുപോലെ രോഗം, അതുകൊണ്ടാണ് വരാത്തവർക്ക് വരാൻ പൂതിയുണ്ട്. അവർ പൂതിയുള്ളൂ, ചെയ്തിട്ടില്ല. അതിനാണ് പോലും യുദ്ധത്തിന് പോയ കൂലി കിട്ടുന്നത്. അപ്പൊ കണ്ടല്ലോ, ഇന്നമാ ലികുല്ലി ഇമ്മാന, ഓരോരുത്തർക്കും അവരുടെ നീയത്ത് എന്താണല്ലോ അതാ കിട്ടുക. അപ്പൊ ഈ നീയത്ത് അതുകൊണ്ട് എല്ലാവരും ഈ ഹദീസ് ആദ്യം വെക്കണം. ഏത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അതാ വേണ്ടത്. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നുണ്ട് തൗഹീദിൽ, കുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറ എന്ന ആയത്ത് വിശദീകരിച്ചിട്ട് പറയണം, കുൽ പറയുക, ഇതാണ് എൻ്റെ മാർഗം, അദഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിന്തുടർന്നവരും, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിലേക്ക് ക്ഷണിക്കണം, അള്ളാഹുവിലേക്ക് ക്ഷണം. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണ്? ചിലർ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണെങ്കിലും അവനിലേക്ക് കൂടിയാണ്. അതാണ് പ്രശ്നം. നമ്മൾ ദൈവത്തെ എടുത്ത ഏത് ദൈവത്തിൻ്റെ ഏത് വഴിയാണെങ്കിലും ദൈവത്തിന് പണം വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം, സംസാരം വേണം, വേറെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇത് അള്ളാഹുവിലേക്ക് മാത്രം പോണതിന് പകരം നമ്മളിലേക്കും വരും. ചിലപ്പോൾ നമ്മുടെ ദൈവത്ത് എന്തിനാണ്? നമ്മുടെ ഗുണത്തിനായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ സംസാരം ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണെന്ന് കൂടി വിചാരിച്ചോട്ടെ. അപ്പോൾ ക്ഷണിക്കണം അള്ളാഹുവിലേക്കുള്ള വിഷയമാണ്. അപ്പോൾ എന്നിലേക്കുള്ള ക്ഷണം കൂടിയായി. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അത് പറഞ്ഞത്, ചിലരൊക്കെ ക്ഷണിക്കുമ്പോൾ തന്നിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറയും. ദൂരെ ഏത് കർമ്മെടുത്ത് നിങ്ങൾ ഈ സാധനം കയറി വരും, വല്ലാത്തൊരു പരീക്ഷണമാണ്, ലോകമാന്യം കയറി വരും. ഇത് സഹാബികളോടാണ് നബി പറഞ്ഞത്, നിങ്ങളോട് വലിയ സുഹൃത്തും നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് പേടിയില്ല, നമ്മുടെ വിഷയത്തിൽ വലിയ സുഹൃത്തും പേടിക്കണം, ചെറുത് പിന്നെ സഹാബികളുടെ വിഷയത്തിൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ പറയണം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ പരലോകത്തിൽ ഒക്കെ ഉണ്ടാവും വിചാരിച്ച് പോകുമ്പോൾ ഓരോന്നിനും തായ ഷഹവത്തിന് ഹഫിയത്തുണ്ടെങ്കിൽ പോയി. അപ്പൊ റബ്ബിന് മാത്രം എന്നുള്ളത് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാം. ശരിക്കും നിയ്യത്തുണ്ടെങ്കിൽ പിശാചിനെ പോലെ പഴപ്പിക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. പിശാചിനെ പഴപ്പിക്കാൻ പറ്റില്ല, അല്ലാത്തവരാണ് പിശാച് പഴപ്പിക്കുക. ഇഖ്ലാസ് ഉള്ളവരെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹിജ്റിൽ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ അടിമകൾ, റബ്ബിൻ്റെ അടിമയാണ് അവരെ പറ്റി പറഞ്ഞു. അവർ ഒന്നും ചെയ്യാൻ ശൈത്താന് കഴിയില്ല. എന്നിട്ട് ശൈത്താൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ശൈത്താൻ സമ്മതിക്കുന്നത് അതേ സൂറത്ത് തന്നെ. എന്താ പറയണ? ശൈത്താൻ പറയാണ്, അവരുടെ തിന്മയൊക്കെ ഞാൻ നന്നായി കാണിച്ചു കൊടുക്കും. ഏത് തിന്മയും അത് നന്നായി കാണിച്ചു കൊടുക്കും, നന്മയൊക്കെ മോശം. വല ഓവി എന്ന മജ്മ, എല്ലാവരും ഞാൻ വഴി പഠിപ്പിക്കുന്നതാണ്, എല്ലാവരും ഞാൻ ശരിയാക്കും. പിശാച് അള്ളാഹിനോടാണ് ഈ പറയണത്. പിന്നെ പിശാച് പറയാണ്, പക്ഷെ ഇല്ല ഇബാദക്ക മിൻഹും അൽ മുഖലസീൻ, നിന്റെ ഇഖ്ലാസിന്റെ അടിമകളുടെ കഴിവില്ല. റബ്ബിന് വേണ്ടി മാത്രം ജീവിച്ചവന് എന്തായിട്ട് ഇവരാകും കീടെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. ഈ പഴിച്ചു പോണതൊന്നും ഇഖ്ലാസിലേറ്റാണ്. ദീനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോണതും മറ്റേ മാറിപ്പോണതും ഒക്കെ തിന്മകൾ ചെയ്യണതിലൊക്കെ പ്രശ്നമുണ്ട്. പിശാച് എന്തുകൊണ്ടാണ് പേടിപ്പിക്കുന്നത്, ശരിയാക്കണത് ഓൽക്ക് പിന്നെ ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഇഖ്ലാസ് ഉള്ളൊരു മനുഷ്യന്, അയാൾ നല്ല നല്ല ആളാണ്, നല്ല ഇഖ്ലാസ് ഉള്ള ആളാണ്, പക്ഷെ അയാൾക്കൊരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു തിന്മ ചെയ്യാൻ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ കുന്നുകൂടി വന്നു നിൽക്കുക. അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പം അള്ളാഹു ഒരാളെ രക്ഷപ്പെടുത്തുന്നതാണ്. കാരണം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആ നേരം പഠിച്ചവൻ ഇവരൊന്നും ഈ തെറ്റ് ചെയ്യേണ്ട ആളല്ല. ഏത് കാര്യമുണ്ടെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്യുമെന്നതിലേക്ക് എത്തും കണ്ടാൽ പഠിച്ചവനൊരു മാറട്ടോ കൊണ്ട് ഒഴിവായി കൊടുക്കും. അല്ലെങ്കിൽ യൂസുഫിന്റെ കഥയൊക്കെ പറയണ്ടേ, കാര്യം സൂചിപ്പിക്കില്ല. വേറൊരു സംഭവം പറയണേ, യഹൂദ യുദ്ധത്തിൽ പിന്നെ ഒരു സംഭവം ഉണ്ടായി. കുറെ ആൾക്കാർ പിരിഞ്ഞുപോയി. ആകെ 900 ആളിട്ട് ഉണ്ടായിരുന്നേ. അതിന് 300 ആൾക്കാർ ഞങ്ങളില്ല എന്നാണ് ഒറ്റ മടങ്ങിൽ. അതിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലിന്റെ നേതൃത്വത്തിൽ അയാൾ മുനാഫിക്കാണ്. അയാളോട് കൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാരെ പിന്തിരിപ്പിച്ചുകൊണ്ടായി.
ശത്രുക്കളാണ് കണ്ടവാനുണ്ടായിരുന്നു. അതിന് കൂട്ടത്തിൽ മുസ്ലിങ്ങളിലുള്ളവർ തന്നെ കുറെ പിന്തിരിഞ്ഞു പോയി. ഈ പോണ കാണുമ്പോൾ പോകാത്തവർക്ക് ആകെ മാനസികമായിട്ട് തകർച്ച വരും. സൈന്യം വലുതാണ്, ഉള്ളതിന് ആൾക്കാർ ഞങ്ങളില്ലാന്ന് ഓരോ ന്യായം പറഞ്ഞു പോവുകയാണ്. അപ്പൊ ആ കൂട്ടത്തില് 2 കൂട്ടര് ആരാണെന്നറിയാം? ബനു ഹാരിസ, ബനു സലമ. ഒരു മുനാഫികളൊന്നുമല്ല. ഓല് പതുക്കെ മന്ത്രിക്ക് നമ്മളും പോകല്ലേ, പോയാലോ നമുക്ക് പിന്നെ തൗബ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടാവും പഠിച്ചു. അപ്പൊ ഓരോ തോന്നിക്കും നമുക്ക് പിന്നെ തൗബ ചെയ്ത് നന്നാകാം, തൽക്കാലം രക്ഷപ്പെട്ടാലോ എന്ന് തോന്നുക. വാസ്തവത്തിൽ ആ നേരമൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വഞ്ചനയാണ്. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വിടുക എന്ന് പറയുന്നത് 7 മഹാപാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പാപമായത്. യുദ്ധത്തിന്റെ സമയത്ത് ബലനും ഒരു കൂട്ടർ മാറിക്ക വലിയ കുറ്റത്തിൽപ്പെട്ടതാണ്. അങ്ങനത്തെ തിന്മക്ക് 2 കൂട്ടർ ബനു ഹാരിസയും ബനു സലമയും അവര് പറയാണ് നമുക്ക് പോകാം, ഇത് ശരിയാവൊരു പ്രശ്നമാണ്. പക്ഷെ അള്ളാഹ് പറയണേ ഓലെ ഞാൻ ഉറപ്പിച്ച് നിർത്തി. ഖുർആനിൽ പറയണ അള്ളാഹ് പറയണേ, കാരണം ഓല് മറ്റേ പോയ ടീമിൻ്റെ മുനാഫികളൊന്നുമല്ല. ഇത് നാനാവായത്തിൻ്റെ പേടി അവരെ വിട്ട് വലയം ചെയ്തപ്പോൾ ആ നേരം ആ ക്ലാസ്സുള്ള മനുഷ്യന്മാർക്ക് വന്നൊരു ചിന്തയാണ്, പോയാലോ. ഇതിനെപ്പറ്റി ഖുർആൻ പറയാണ്, ഇത് ഹമ്മത്വായിഫത്താനി മിൻകും അൻ തഫ്ശല. നിങ്ങളെ കൂട്ടത്തിൽ 2 കൂട്ടര് ബിരുദം കാണിക്കാൻ വിചാരിച്ച സന്ദർഭം ഓർക്കുക. ഇതാരും അറിയുമ്പോൾ രഹസ്യമായിട്ട് പറയാം, പക്ഷെ പഠിച്ചോ പരസ്യമാക്കി. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് 2 കൂട്ടര്. അപ്പൊ മുസ്ലിങ്ങളൊക്കെ ആരാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അഭിമാനത്തോടു കൂടി ജാബിർ എന്ന് പറയുന്നത് അത് ഞങ്ങൾ തന്നെയാണ്. കാരണം എന്താ പറയുക, സംഗതി ഞങ്ങൾ വഷളായി. പഠിച്ചത് പറഞ്ഞോടുകൂടി ആ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് പോകാൻ വേണ്ടി മന്ത്രിച്ച് ഞങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ, അള്ളാഹ് പറയാണ് ഇത് ഹമ്മത്വായിഫത്താനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയുഹുമാ. അവരുടെ രക്ഷാധികാരി, 2 കൂട്ടരുടെ രക്ഷാധികാരി അള്ളാഹുവാണ്. ഇത് അള്ളാഹ് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങളെ രക്ഷാധികാരി അള്ളാഹാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് വിചാരിച്ചാലും അത് പ്രശ്നമല്ല. അപ്പൊ ഇവര് തെറ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പൊ ഇവര് നല്ലവരാണ്. അപ്പൊ നല്ല മനുഷ്യന്മാർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ പാടെ വന്നാൽ അള്ളാഹ് എന്തെങ്കിലും മറണ്ടായി കൊടുക്കും. ഇവരൊന്നും ഈ തെറ്റ് ചെയ്യേണ്ടവരല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇഖ്ലാസ് ഉള്ളവരെ ശൈത്താന് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ജാതി വലിയ അന്തരീക്ഷം അവരുടെ മുമ്പിൽ വന്നാൽ അന്തരീക്ഷം പലരും ഇപ്പൊ നന്നായി എടുക്കണ ഓരോ കൈകൊണ്ടും ഓരോ വിചാരം കൊണ്ടൊന്നുമല്ല, കുറെ അള്ളങ്ങനെ തടുത്ത് വെക്കുകയാണ്. അങ്ങനെയല്ലേ, നമുക്ക് അവസരം തരാതിരിക്കുകയാണ് പഠിച്ചു. പലർക്കും അവസരം കിട്ടി എന്തായിരിക്കും കോലം. അപ്പൊ കൂടുതൽ ഇങ്ങനെ പരീക്ഷിക്കേണ്ട വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ എന്തായാലും തിന്മ ചെയ്യാത്തവരുണ്ടാവും. അവർക്കൊക്കെ പ്രത്യേകിച്ച് റബ്ബിന്റെ ഈ സഹായം കിട്ടുന്നതാണ് ഇപ്പോൾ ഇതിന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലാണ് നമ്മളോട് ചിലത് നിങ്ങൾ സൂചിപ്പിച്ചു കേട്ടോ. അല്ലാതെ പിന്നെയാത്ത. ഇനി 2ാമത്തെ ഹദീസ്, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉലമാക്കൾ ഒറ്റപ്പടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ കാര്യം ഞാൻ ഹദീസ് വായിച്ച അർത്ഥം പറയണം. അൽ അർബഊന നവവിയിലെ 2ാമത്തെ ഹദീസ് കുറച്ച് വലുപ്പമുള്ള ഹദീസാണ്. ഇതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ കേട്ടാൽ മതി. അവനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ പാഠങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇത് പറഞ്ഞു നമ്മളെക്കാൾ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് 2ാമത്തെ ഹദീസും ഉമർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് നബി തിരുമേനിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ദാത്ത യൗമിൻ, ഒരു ദിവസം, ഇത് ത്വല അലൈനാ റജുൽ, ഒരു മനുഷ്യൻ ഞങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു, ഉദിച്ചു എന്ന് പറഞ്ഞു. ത്വല എന്നാണ്. അവിടെ ശദീദ് ബയാദി സിയാബ്, നല്ല കഠിനമായ വെള്ള വസ്ത്രം. അപ്പൊ അതിനേക്കാൾ വെള്ളം ഉണ്ടാകും, ഒരു അഴുക്കും അതിലില്ല. ശുദ്ധമായ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ. പിന്നെയോ ശദീദ് സവാദി ശഅർ, നല്ല കറുപ്പുള്ള മുടി, ഒറ്റ നരച്ചിട്ടില്ല, നല്ല കറുത്ത മുടി, നല്ല സുന്ദരനായ ഒരാളാണ്. ലാ യുറാ അലൈഹി അസറു സഫർ, അയാളിൽ യാത്രയുടെ ഒരു അടയാളം കാണുന്നില്ല. അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ള ആളാകണല്ലോ.
പക്ഷെ ആരും കൊണ്ട് പരിചയമില്ല. ദൂരത്തുനിന്ന് വന്നാണെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും, മരുഭൂമി കൂടെയാണ് യാത്ര, ചളിയായിട്ടുണ്ടാവും, ഉയർത്തിട്ടുണ്ടാവും. അതൊന്നുമില്ല. വരായാരിക്കും പിന്നെ ഞങ്ങളിൽ ആർക്കും അയാൾ അറിഞ്ഞുകൂടാ. എത്താ ജലസൈല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം നബിന്റെ അടുത്ത് നിന്നിരുന്നു. നബിനെ അദ്ദേഹത്തിന് അറിയാം. സാധാരണ ദൂരത്തുകാർ വന്ന് ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നൊക്കെ ചോദിക്കും, അറിയില്ലെങ്കിൽ. ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് നബിന്റെ അടുത്ത് വന്നിട്ടുണ്ടിരുന്നു. എന്നിട്ടോ അദ്ദേഹത്തിന് രണ്ട് മുട്ടും ചേർത്ത് വെച്ചു. ഇലാ റുക്ബത്തൈ, നബിന്റെ മുട്ടും കാലടുത്തേക്കുണ്ട് ചേർത്ത് വെച്ചു. വന്നാളാണ്. അപ്പൊ ഇത് പുതുമുള്ള സഹാബികളല്ലേ, ഇതിനത് അത്ഭുതം. ആർക്കും പരിചയമില്ലാത്ത ഒരാളാണ് അയാൾ കാട്ട. എന്നിട്ട് അദ്ദേഹം രണ്ട് മുൻകൈയും അദ്ദേഹത്തിന്റെ പിന്നെ തുടയിൽ വെച്ചു. അപ്പൊ ഈ ഫഹ്ദൈഹി ഇതാരുടെ തുടയിലാ വെച്ചത്? ഒന്ന് ആ വന്ന ആളുടെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നബിയുടെ അടുത്ത് നിൽക്കുകയാണ്. രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വഖാല യാ മുഹമ്മദ് പറയുന്നത്, മുഹമ്മദ്. അവരൊക്കെ റസൂലുള്ളാഹി എന്നൊക്കെ വിളിക്കാറില്ല. യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം, അതിനെപ്പറ്റി പറഞ്ഞു തരുമെന്ന്. അഖ്ബിർനി, എന്നെ അറിയിക്കൂ, അനിൽ ഇസ്ലാം. അപ്പൊ നബി തിരുമേനി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാം, ഇസ്ലാം നബി പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. അൻതശ്ഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയേ ഇല്ലെന്ന്. വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നും നീ സാക്ഷ്യം വഹിക്കലാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ വ തുഖീമസ്സലാ, നീ നമസ്കാരം നിലനിർത്തലാണ്. വ തുഅതിയ സക്കാത്ത, സക്കാത്ത് കൊടുക്കലാണ്. വ തസൂമ റമദാൻ, റമദാനിലെ നോമ്പെടുക്കലാണ്. വ തഹജ്ജൽ ബൈത്ത, ഹജ്ജ് ചെയ്യലാണ്. ഇനിസ്തതഅത ഇലൈഹി സബീല, അതിന് നിനക്ക് മാർഗം ഒത്താൽ, നിനക്ക് കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യലും. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം കാര്യം. കാലാപ്പ വന്നാൾ പറയണ സ്വതങ്ങൾ പറഞ്ഞ ശരിയാണ്. ഇതാണ് സഹാബികളെ അത്ഭുതപ്പെടുത്തുന്നത്. പഠിക്കാനല്ലോ, ഒക്കെ പഠിച്ച ആളാണ്. ആ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ശരിയാന്ന് പറഞ്ഞു. പഠിക്കാനല്ല വന്നപ്പോ, പഠിച്ചിട്ടുണ്ടോ നോക്കാൻ വരുന്ന മാതിരി. കാല ഫഅജിബ്നാലു, അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതാണ് മുഖ്താബ് പറയുന്നത്. ഇതെന്താ? യസ്അലു, നബിയോട് ചോദിക്കുന്നു, വയുസദ്ദിഖു, നബി പറയുന്നത് ശരിയാ ശരിയാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. കാല, പിന്നെ അദ്ദേഹം പറയാണ്, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഇനി എന്താണ് ഈമാൻ അത് പറയുന്നു. എന്താണ് ഈമാൻ? അപ്പൊ റസൂൽ തിരുമേനി പറഞ്ഞു, എണ്ണി കൊടുത്തു. അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, വ മലായികത്തി, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, വ കുതുബി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, വ റുസുലി, അവന്റെ ദൂതന്മാരിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ, ഇതിലൊക്കെ വിശ്വസിക്കുക. വ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി, ഖദറിൽ, അതിന്റെ ഖൈറിലും ശർറിലും വിശ്വസിക്കുക. 6 എണ്ണിയപ്പോ അയാൾ പറയണ സ്വതത്ത, അയാൾ പറഞ്ഞ ശരിയാണ്. കാലഫാജിബിനാലോ, അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം, ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്. പിന്നെ അടുത്ത ചോദ്യം, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചു. ഇഹ്സാൻ കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൻ തഅബുദല്ലാഹ, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക, കന്നക തറാവു, താങ്കൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഫൈലം തകുൻ തറാവു, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും, ഫൈനഹു യറാക, തീർച്ചയായും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കുക. അപ്പൊ ഈ പറഞ്ഞ ഇഖ്ലാസ് വരെ നേരത്തെ പറഞ്ഞു. ഇനി നിങ്ങൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ ഫൈനഹു യറാക, അവൻ നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ കാണുന്ന അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്. ഇത് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം, ഫഅഖ്ബിർനി അനിസ്സാ, ഇനി ഖിയാമത്തിനെ പറ്റി പറയുന്നു, അന്ത്യദിനം. അതാണ് അടുത്ത ചോദ്യം അദ്ദേഹം ചോദിക്കണം. അപ്പോ റസൂല് പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായി, അതിൽ ചോദിക്കപ്പെട്ടവൻ നബിയാണല്ലോ, ചോദിക്കപ്പെട്ട ഞാനല്ല, ബിഅലമ മിനസ്സാൽ, ചോദിച്ച നിങ്ങളെക്കാൾ അറിയുന്നവനല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഖിയാമത്ത് എന്ന് ചോദിക്കുന്നത്? നമുക്ക് രണ്ടാൾക്കും അറിയില്ല. ഖിയാമത്ത് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല എപ്പോഴാണ്. അത് അള്ളാന്റെ അടുത്തുള്ള വിവരമാണ്. എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക ആ ഡേറ്റ് ഒരു കുട്ടിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അന്ന് നിങ്ങൾക്കും അറിയില്ല,
എനിക്ക് ഖിയാമത്ത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഅഖ്ബിർനി അമാറാത്തിഹ, എന്നാ ചില അടയാളങ്ങൾ പറയുന്നു. ഖിയാമത്തിന്റെ അടയാളങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താ അടയാളങ്ങൾ? അൻ തലിദൽ അമത്തു റബ്ബതഹ, അടിമപ്പെണ്ണ് യജമാനത്തിയെ പ്രസവിക്കുക. ചിലർ ഇപ്പോഴും റബ്ബഹാന്നാണ്. ഒരു പെണ്ണ് തന്റെ യജമാനനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ കുറെ വിശദീകരണങ്ങളുണ്ടായി. അതെങ്കിലും പിൽക്കാലത്ത് കുറെ യുദ്ധങ്ങൾ കൂടും, അടിമ സ്ത്രീകളൊക്കെ കൂടും. പിന്നെ അപ്പോൾ വന്ന അടിമ പിന്നെ വിൽക്കപ്പെട്ടിട്ടുണ്ടാവും അടിമ പെണ്ണ്. ചിലപ്പോൾ അതിൻ്റെ മകൻ തന്നെ അതിന് തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും ആളറിയാതെ. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. വേറെ ചിലർ ആ കാലഘട്ടത്തിൽ മതം അറിയാത്തത് കൊണ്ട് മാതാപിതാക്കളെ നിരന്തരമായി ഉപദ്രവിക്കുന്ന മക്കളുണ്ടാവും. അങ്ങനെ മക്കൾ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ അടിമന്റെ മാതിരി നീ ഒന്നും പറഞ്ഞു കേൾക്കാതെ ധിക്കാരത്തോടു കൂടി മാതാപിതാക്കളെ അടിമകളാക്കുന്നത് പോലെ അവർ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ പല ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അൻ തറൽ ഹുഫാത്തൽ ഉറാത്ത, പിന്നെ അതിന്റെ വേറെ ലക്ഷണമാണ് ഈ ചെരുപ്പ് ധരിക്കാത്ത. അതാണ് ഹുഫാത്ത് എന്ന് പറയുന്നത്. അൽ ഉറാത്തറ, വസ്ത്രം ധരിക്കാത്ത എന്നാണ് പച്ചപാവങ്ങൾ. അൽ അയലത്തറ, ദരിദ്രർ. റിയാശ, ആടിനെ മേക്കുന്ന ഇടയന്മാർ. അവർക്കൊക്കെ പെട്ടെന്ന് പൈസ ഉണ്ടായിട്ട് യതതാവലൂന ഫിൽ ബുൽയാൻ, കെട്ടിടം നിർമ്മിക്കുന്നതിലൊക്കെ യതതാവലൂന എന്ന് പറഞ്ഞാൽ അത്തഫാഖുർ ഫി തത്വീൽ ബുൽയാൻ, കെട്ടിടങ്ങൾ ഉയരം കൂട്ടാൻ അതിൽ അഭിമാനിക്കുക, അഹങ്കരിക്കുക. ഒരാളൊരു കെട്ടിടം ഉണ്ടാക്കുക അതിനേക്കാൾ വലുതൊന്നുണ്ടാക്കുക, പിന്നെ അതിനേക്കാൾ വലുതൊന്നുണ്ടാക്കുക. അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ ദുബായിലെ ബുർജ് ഖലീഫ വന്നപ്പോൾ റിയാദിൽ അതിനേക്കാൾ വലുത് വേറൊന്നുണ്ടാക്കാൻ വേണ്ടി തറയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ ആടപ്പെന്തോ ജോലി നിർത്തിവെച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ചിലപ്പോൾ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ അറബികളാണ് ഇതിലൊക്കെ ഉള്ളത്. എല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വിഷയത്തിലും. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതായത് തത്താവലൂന ഫിൽ ബുന്യാൻ സുമ്മൻ തലക, പിന്നെ അയാൾ പോയി മൃഹത്താബ് പറയാണ്. ഇതൊക്കെ ചോദിച്ചിട്ട് മുമ്പിൽ പോയി. ഇപ്പൊ ലഭിച്ചിട്ടും ഞാൻ കുറച്ച് ശ്രമിച്ചിങ്ങനെ നിന്നു. മൃഹത്താബ് പറയാണ് എന്താ എല്ലാവരും നിശബ്ദമായി നിൽക്കുകയാണ്. അങ്ങനെ പരിചയമില്ലാത്ത ഒരാളാണ്, നല്ല വൃത്തിയുള്ള ഒരാളുമാണ്, ഒക്കെ എല്ലാം അറിയും ചെയ്യും. നബിയോട് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് സത്യപ്പെടുത്തി അദ്ദേഹം പോയി. അപ്പൊ നബി തിരുമേനി എന്താ പറയണത് ഇങ്ങനെ നോക്കിക്കാണ്. അപ്പൊ റസൂല് യാ ഉമർ, ഉമർ അതെതിരി മനസ്സായി, തനിക്കറിയുമോ ആരാണ് ചോദ്യകർത്താവ്? കുൽത്തു, ഞാൻ പറഞ്ഞു അല്ലാഹു റസൂലു അഅലം, അല്ലാഹു റസൂലിനെ അറിയാം, എനിക്കറിയില്ല. അപ്പൊ റസൂല് ഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീലാണ്. അത്താക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വന്നതാണ് എന്ന്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നിട്ടുള്ളത്, നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവർ ചോദ്യോത്തര രൂപത്തിൽ. കാരണം എത്ര ശ്വാസം മടക്കി പിടിച്ചത് കേൾക്കണം ആൾക്കാരെ തലേക്ക്. പിന്നെ ഇതിനേക്കാൾ കയറാൻ പറന്തമാണോ ആ സദസ്സിൽ പുതുമുള്ള ഒരാളാണ് വരിക, ചോദ്യോത്തര രൂപത്തിൽ വരിക. അത് പഠിക്കാനുമല്ല, ഇടയ്ക്കൊക്കെ ചോദ്യം ഉണ്ടായാൽ തന്നെ ആൾക്കാർ ശ്രദ്ധ വരും. ഇത് അങ്ങനെയല്ല, ചോദ്യകർത്താവ് മുഴുവൻ അറിയും, എന്നാലും ഓരോ കാര്യം ചോദിക്കുക മുഴുവൻ അങ്ങനെ തന്നെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഹദീസിനെ പറ്റി ഈ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ നോക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞ വാചകമാണ് ഞാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിന് ഇതിൽ പലരും വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസ് ജിബ്രീൽ എന്നൊക്കെ അറിയപ്പെട്ട ഹദീസാണ് ഹദീസ് ജിബ്രീൽ. അപ്പൊ പല ഹദീസ് ജിബ്രീൽ ഉണ്ടെന്നില്ല. എന്താ ജിബ്രീലിന്റെ ഹദീസ്? പക്ഷെ ആ പേര് ഇതിനാ കിട്ടിയത്, ഹദീസ് ജിബ്രീൽ. അങ്ങനെയുണ്ട് ഹദീസുന്നിയ, ഇന്നമലാമാലും പിന്നെ തന്നെ പേര് ഹദീസുന്നിയ. ഇതുപോലെ ഹദീസ് ജിബ്രീൽ, അങ്ങനെ പ്രസിദ്ധമായ ഹദീസാണ്. ആ ഹദീസ് കേട്ട ഈ ഹദീസ് വരുള്ളൂ. ഈ ഹദീസിനുള്ള പേരാണ് ഇത്. ഹദീസ് അലീം, മഹത്തായ ഹദീസാണ്. മുമ്പത്തെ ഹദീസ് പറഞ്ഞ പോലെ തന്നെ ഈ ഹദീസും അതിമഹത്തായ ഹദീസാണ്. സമ്മാഹു ബാബു അഹ്ലിൽ, ഈ ഹദീസിന് ചില പണ്ഡിതന്മാർ പേര് കൊടുത്തത് ഉമ്മുസുന്ന എന്നാണ് പേര്, സുന്നത്തിന്റെ ഉമ്മ. ഏതുപോലെ ഖുർആനിൽ ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹ സൂറത്തിന് ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞതുപോലെ ഈ ഹദീസിന് ഉമ്മു സുന്നത്തി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ലിഅന്ന ജമിഅ സുന്നത്ത് തഊദു ഇലൈഹി, എല്ലാ സുന്നത്തും എടുത്താലും അതൊക്കെ ഇതിലേക്ക് മടങ്ങണം. ഈ പറഞ്ഞ വിഷയത്തിലേക്ക് മടക്കി വെക്കാനേ എല്ലാം ഉണ്ടാവുള്ളൂ.
ഇതിൽ കുറേ ഹെഡിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തൊക്കെ എടുത്താൽ അതിൻ്റെ ഓരോ ഭാഗത്ത് അതിൽ ഓരോന്ന് ചേർത്തി വെക്കാവുന്നതായിരിക്കും. ഫഫി ബയാനുൽ അഖീദ, അതിൽ അഖീദ ഉണ്ട്, വിശ്വാസമുണ്ട്. അഖീദ കാര്യങ്ങളാണ് അർക്കാനുൽ ഈമാൻ, ഈമാൻ്റെ 6 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അതിലതുണ്ട്. പിന്നെ ബയാൻ ശരിയുണ്ട്, ശരീഅത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അർക്കാനുൽ ഇസ്ലാമുണ്ട്, ഇസ്ലാമിൻ്റെ 5 റുക്കനുകളുണ്ട്, 5 കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ദിക്ർ വൈബി, അത് അദൃശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, നമ്മുടെ ആരാധനകൾ ചെയ്യുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം. അപ്പോൾ റബ്ബ് കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ആ അടിമുടി ജീവിതം മാറും. നമ്മുടെ റബ്ബിനെ കാണാൻ അവൻ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ റബ്ബിനെ കാണുമ്പോൾ ഇബാദത്തെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന് ഉമ്മുസുന്ന എന്നാണ് ഇതിന് പറയുന്നത്. എന്നിട്ട് അതേപോലെ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, സഅല ജിബ്രീൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ജിബ്രീൽ നബി തിരുമേനിയോട് ചോദിക്കുന്നത് അനിൽ ഈമാൻ, ഈമാൻകാരൻ ചോദിക്കുന്നുണ്ട്. ബഅദൻ സഅലു അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ ചോദിച്ചതിന് ശേഷം ഈമാൻ എന്താ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അൽ ഈമാൻ, ഈമാൻ എന്നാൽ അൽ ഇത്തിറാഫ്, അംഗീകരിക്കലാണ്. അൽ മുസ്തൽസിം ലിൽ ഖബൂൽ വൽ ഇദാൻ, വെറും അംഗീകാരം പോരാ, അംഗീകാരം അനിവാര്യമാക്കണം, അത് സ്വീകരിക്കാനും അതിന് കീഴ്പ്പെടാനും. നേരെ മറിച്ച് അംഗീകരിക്കൽ മാത്രം, ഇത് ഞാൻ അള്ളാഹുവിൽ അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, മലക്കളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോരാ, പിന്നെ കീഴൊതുങ്ങണം. വെറും അംഗീകാരം പ്രയോജനമില്ല. എന്നിട്ട് അതിന് കൊടുക്കുന്നത് അബൂ ത്വാലിബിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുക്കുന്നത്. അബൂ ത്വാലിബിനെ അംഗീകരിക്കുന്നുണ്ട്, മുഹമ്മദ് നബി പറയുന്നത് ശരിയാണ്, അല്ല മുഹമ്മദ് നബി സത്യദൂതനാണ് എന്ന് അറിയും. ആ അറിവ് മാത്രം പോരാ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് അവിടെ. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ, ഈ അബൂ ത്വാലിബ് പറയാണ്, എനിക്കറിയാം മുഹമ്മദ് കൊണ്ടുവരുന്ന ഈ ദീന്, അദ്ദേഹത്തിലൂടെ കിട്ടിയ ദീന്, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഏറ്റവും നല്ല ദീനാണെന്ന് എനിക്കറിയാം. പക്ഷെ ലൗലൽ മലാമത്തു, ആൾക്കാരെ ആക്ഷേപിക്കുന്ന ആക്ഷേപമില്ലായിരുന്നുവെങ്കിൽ, ഔ ഹെദാറു മസബ്ബ, എന്നെ ചീത്ത പറയുന്നില്ല പേടിയില്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുമായിരുന്നു. അതും അവർക്ക് അറിയും, പക്ഷേ കീഴൊതുങ്ങുന്നില്ല. അപ്പൊ ഈമാൻ അംഗീകരിക്കൽ മാത്രമല്ല, കീഴൊതുങ്ങണം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഈമാൻ റുക്നുൽ അവ്വൽ വിശദീകരിക്കണത് അതൽ ഈമാനു ബില്ലാഹിയാണ്. അത് നമ്മൾ കുറച്ച് പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. അല്ല ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുകയാണല്ലോ ഈമാൻ കാര്യത്തിൽ. അപ്പൊ അതിന് ഷർഹ് ആദ്യം കൊടുത്തത്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 4 കാര്യം അടങ്ങിയതാണ്. അള്ളാഹുവിലെ വിശ്വാസം 4 കാര്യം. ഒന്ന് അള്ളാഹുവിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞു. 2 അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം. 3 ഉലൂഹിയത്തിലുള്ള വിശ്വാസം. 4 അസ്മാ സിഫാത്തിലുള്ള വിശ്വാസം. ഈ 4 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അടങ്ങിയത്. ഒക്കെ ചുരുക്കിയാണ് ഇവിടെ പറയാം. എന്നിട്ട് പിന്നെ അദ്ദേഹം അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് 4 തെളിവുണ്ടെന്ന്. ഒന്ന് അക്കൽ ബുദ്ധിപരമായ തെളിവുണ്ട്, വലിസ് അനുഭവം തെളിവാണ്, വൽ ഫിത്രത്ത് തെളിവാണ്, ശറവും തെളിവാണ്. 4 തെളിവ്. ലോകത്തിന് റബ്ബുണ്ട് എന്നുള്ളതിന് 4 തെളിവ്. ഒന്ന് അക്കല്, ബുദ്ധിപരമായ തെളിവ്, ഈ ലോകം കണ്ടാൽ മതി, നമ്മുടെ ഈ ലോകം, ഇതിന്റെ വ്യവസ്ഥ, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊന്നും താനെ ഉണ്ടാവില്ല എന്നറിയാം. ആ കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അബൂ ഹനീഫന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നിരീശ്വരവാദികൾ എന്നൊക്കെ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് പിന്നെ അദ്ദേഹവുമായി സംവാദം നടത്തിയതാണ്. അപ്പൊ അദ്ദേഹം കുറച്ച് വൈകി വന്ന കാര്യമൊക്കെ പറയും. എന്താ വെച്ചപ്പോൾ ഞാനങ്ങനെ അവിടെ പോയി നിന്നപ്പോൾ പിന്നെ കടലിൻ്റെ അടുത്ത് നിന്നപ്പോൾ കുറേ മരങ്ങൾ വന്നു, പിന്നെ കുറേ ഉപകരണങ്ങൾ വന്നു, പിന്നെ മരങ്ങളൊക്കെ പ്രത്യേക രൂപത്തിൽ കഷ്ണങ്ങളായി അങ്ങനെ വന്നു, പിന്നെ കുറേ ആണികൾ വന്നു അങ്ങനെ പല കോലത്തിലായി ഒരു കപ്പലുണ്ടായി, അതിൽ കയറി ഇങ്ങനെ വന്നപ്പോൾ നേരം വൈകി എന്നൊക്കെ പറഞ്ഞു. അത്രേ. അപ്പോൾ നിങ്ങളൊരു പൊട്ടനാണെന്നല്ലോ പറഞ്ഞു. എന്താ പൊട്ടൻ? കപ്പൽ ദാനം ഉണ്ടാവുമോ?
നിങ്ങളെന്തൊരു പൊട്ടത്തരാ പറയുന്നത്. അപ്പോൾ നിങ്ങളതിലും വലിയ പിന്നെ പൊട്ടന്മാരാണ് നിങ്ങൾ. ഈ ആകാശവും ഭൂമിയും മുഴുവൻ താനുണ്ടായിരുന്ന വിശേഷിക്കുന്ന പൊട്ടന്മാരാണ് നിങ്ങൾ. ആ സംവാദം അങ്ങനെ കഴിഞ്ഞാൽ ആ ഉദാഹരണമാണ് ഇവിടെ ശേഖ് ഇവിടെ എടുത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അഭിഷേകം ഇവിടെ സ്ഥിരമായി പറയുന്നതാണ്, ഏത് അന്തമുള്ളവനോ ഈ ലോകത്തൊരു സാധനം താനുണ്ടാവില്ല എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അതുപോലെ ഈ വ്യവസ്ഥ ഇതൊക്കെ എടുത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കുറേ പറയാൻ പറ്റും. പിന്നെ അനുഭവത്തിൻ്റെ തെളിവ് പറയാണ്. എന്താ വെച്ചാൽ ചിലർ കുടുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണം. അതൊരു അനുഭവ തെളിവായിരിക്കും. കുടുങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാണെങ്കിലും ഉത്തരം കൊടുക്കും. ഏത് അധർമ്മകാരിയാണെങ്കിലും തമ്മാടിയാണെങ്കിലും ചെറുക്കനാണെങ്കിലും അമ്മ യുജീബുൽ മുൽത്തറ കുടുങ്ങിയോൻ വിളിച്ചാൽ അവന് ഉത്തരം കൊടുക്കുന്നത് ആരാണ്? അത് അല്ലാഹുവാണ്. കുടുങ്ങുമ്പം വിളിച്ചാൽ ഉത്തരം കിട്ടണം. പല അനുഭവങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. സഹാബികൾ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്താ അനുഭവം എന്നറിയാം? ഒരാൾ വന്നിട്ട് വെള്ളിയാഴ്ച ദിവസം നബി ഖുത്ബ പറയുമ്പോൾ യാ റസൂലല്ലാഹ് വിളിച്ചിട്ടുണ്ട് വരികയാണ്. അല്ലാഹുവിൻ്റെ ദൂതരെ, ആകെ പ്രശ്നമാണ്, കൃഷികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നുണ്ട്, നിങ്ങൾ മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. നബി അപ്പനാണ് പ്രാർത്ഥിച്ചു കൈ ഉയർത്തിയിട്ട്. അവിടെ ഒരു പറയാം, ആ നേരം ഒരു മേഘം ഒരു കിരീടം പോലെയാണ് വന്നു. പിന്നെ അതിങ്ങനെ വ്യാപിച്ചു, മഴ അങ്ങോട്ട് പെയ്തിട്ട് നബി മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബിൻ്റെ താടിയിലൂടെ വെള്ളം ഇങ്ങനെ വരികയാണ്. ഇതവരനുഭവങ്ങൾ കണ്ടതാണ്. പിന്നെ ഒരാഴ്ച നീണ്ട മഴ, മഴയോട് മഴ. പിറ്റത്തെ വെള്ളിയാഴ്ച മനുഷ്യൻ വന്ന് അള്ളാഹിൻ്റെ ദൂതരെ ഒന്ന് മഴ നിൽക്കാൻ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹുമ്മ ഹവാലിങ്ങളെ ഞങ്ങൾക്ക് പഠിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ചുറ്റും മതി. അപ്പം ഈ മേഘം നീങ്ങി പോകണമെങ്കിൽ ഇങ്ങനെ കാണണമല്ലോ. അപ്പം ഈ ലോകത്തിൻ്റെ റബ്ബുണ്ടെന്നുള്ള അനുഭവത്തിൻ്റെ തെളിവാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുക? ഇതൊക്കെ എത്ര സഹാബികൾ കണ്ടുകൊണ്ടല്ലോ ഇങ്ങനെ കാണില്ല. അനസ് ബിൻ മാലിക് അരങ്ങ് നമ്മളിങ്ങനെ പറഞ്ഞുതരാണ്. മേഘം ഇങ്ങനെ നീങ്ങി പോകണം, നമ്മളിങ്ങനെ കാണണം. അത് അനുഭവം. ഇതുപോലെ കുടുങ്ങിയ സമയത്ത് ചോദിച്ചു, വനൂഹൻ ഇതിനാദാ മിൻ ഖബൽ ഫസ്തജബ്നാ ലഹു. നൂഹ് നബി മുമ്പ് വിളിച്ച് പ്രാർത്ഥിച്ചു, ഉത്തരം കൊടുത്തു. കുറെ അദ്ദേഹം സഹിച്ചു. അവസാനം പറഞ്ഞു, ഇനി ഒറ്റ നിർത്തണ്ട, അവിടെ ഒക്കെ നശിപ്പിക്കണം എന്നാണ്. നൂഹ് നബി പ്രാർത്ഥിക്കുകയാണ്, ഇനി ആരും ഇവിടെ വേണ്ട, ഒറ്റ കാഫർ നന്നാകാം. 950 കൊല്ലം ദൗത്യം നടത്തിയിട്ട് ഇനി നന്നാവില്ല, പഠിച്ചാൽ മുഴുവൻ നശിപ്പിക്കണം. അപ്പാ കിടക്കേണ്ട ശക്തമായ മഴ വല മുഴുവനും നശിപ്പിച്ചു. അയ്യൂബ് ഇതിനാദാ റബ്ബഹു. അയ്യൂബ് നബി കുറെ സഹിച്ചു. ഭയങ്കര രോഗമല്ലേ വന്നത്. അവസാനം 18 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചവനോട് പറയാണ്, അന്നീ മസ്സനി അള്ളൂർ വഅൻത അർഹമുർ റഹീം. എനിക്ക് ദുരിതം വായിച്ചിട്ടുണ്ട്, ഇനി മോചനം വേണം. അപ്പോൾ ഫസ്തജബ്നാ ലഹു, ഉത്തരം കൊടുത്തു. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി. കുറേ സമ്പത്തൊക്കെ പോയിരുന്നൊക്കെ തിരിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും പറയാനുണ്ടാവും അനുഭവങ്ങൾ. കുടുങ്ങിയ നേരത്തെ പഠിച്ചവനോട് പ്രാർത്ഥിച്ചവന് ഉത്തരം കിട്ടി. അതൊക്കെ എന്താണ്? റബ്ബിൻ്റെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകളായിട്ടാണ് ഇവിടെ ശേഖ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ദലീലുൽ ഫിത്തരി എന്ന് പറയുന്നത്. ഫിത്തരിയായ തെളിവ്, ഫിത്രത്ത് എന്നതിന് പറയാം. ഫിത്രത്ത് എന്നാൽ ശുദ്ധപ്രകൃതം നമ്മൾ പറയാറുണ്ട്. എന്താണ് ശുദ്ധപ്രകൃതം എന്ന് പറഞ്ഞാൽ? ശുദ്ധപ്രകൃതം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആദം നബിനെ സൃഷ്ടിച്ച് ആദം നബിന്റെ മുതുകിൽ നിന്ന് വരാനുള്ള എല്ലാവരും പുറത്ത് കെടുത്തിട്ടുണ്ട്. എല്ലാവരും പുറത്ത് കെടുത്തിട്ടുണ്ട്. നമ്മളെയൊക്കെ പുറത്ത് കെടുത്തു. വരാനുള്ള ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ആദം നബിന്റെ മുതുകിൽ നിന്ന് മക്കളായിട്ട് വരാണ്ടവരെ മുഴുവൻ പുറത്ത് കെടുത്തിട്ടുണ്ട്. അത് ഖുർആൻ പറഞ്ഞാണ്, വൈദ അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. എന്നിട്ട് ഓരോരുത്തരുടെ സാക്ഷ്യം അള്ളാഹ് സ്വീകരിക്കുകയാണ്. സാക്ഷി നിർത്താൻ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ ബല, അതേ എല്ലാവരും. അതുകൊണ്ട് ദൈവനിഷേധികളാകുന്ന സാധനങ്ങളൊന്നും ആരുമില്ല. എല്ലാവരും ഉള്ളിൽ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാവും. കാരണം ആ ബോധത്തോടു കൂടിയാണ് ലോകത്തെല്ലാവരും ജനിക്കുന്നത്. ഉടനെ ആയത്തിന്റെ വിശദീകരണത്തിൽ എല്ലാ തഫ്സീറും കൊടുക്കുന്ന ഹദീസുണ്ട്. കുല്ലു മൗലൂദ് യുലദു അലൽ ഫിത്ര. ഇവിടെ എല്ലാവരും ഏതൊരു കുട്ടിയോട് പിന്നെ പ്രസവിച്ചു വീഴുകയാണെങ്കിലും ഫിത്രത്തിലാണ് പ്രസവിച്ചു വീഴുന്നത്. നാം മുവാഹിദായിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്നവരൊക്കെ മുവാഹിദാണ്. പിന്നെ അവന് പലതും ആവുകയാണ്. മാതാപിതാക്കൾ അവനെ കേടുവരുത്തുന്നു, അല്ലെ അവൻ്റെ സാഹചര്യം അങ്ങനെയാക്കും. അവൻ്റെ വിദ്യാലയങ്ങൾ, അവൻ്റെ കൂട്ടുകാർ, അവരൊക്കെ വന്നിട്ട് ഈ ഫിത്രത്ത് നിന്ന് തെറ്റിക്കുക.
പിന്നെ ഈ ഫിത്രത്തിൽ ഉണർത്താൻ നബിമാർ വന്നത്. ഫിത്രത്തിൽ തെറ്റിപ്പോകുമ്പോൾ ഫിത്രത്തിനെ ഉണർത്താനാണ് അവർ നബിമാർ പറഞ്ഞേക്കുന്നത്. കാരണം ഇത് ഉറങ്ങിക്കിടക്കണം, അപ്പം അതിനെ ഉണർത്തുക. അപ്പം ആ ഉറങ്ങിക്കിടക്കുന്ന അള്ളാഹുവിനെ പറ്റി ബോധം കൂട്ടുക, അവന് മാത്രമേ പാത്ത് കൊടുക്കുന്നതിലേക്ക് എത്തിക്കുക. അപ്പം എല്ലാവരും മനസ്സിലുള്ളതാണ് ഇത്. എത്രത്തോളം പിന്നെ ഇയാളുണ്ടല്ലേ ഇവിടെ ഞാനല്ലാത്ത വേറെ ദൈവം ഇല്ല, ആരാധ്യനില്ല എന്ന ആളാണ് ഫിറൗൻ. ആ ഫിറൗൻ തന്നെ പിന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഫിത്തരിയായ തെളിവാണ് നമ്മൾ ഫിത്രത്ത്. എല്ലാവരുടെയും ശുദ്ധ പ്രകൃതി നന്നാ റബ്ബിനെ പറ്റി ബോധമില്ലാത്ത ആരുമില്ല. പിന്നെ എല്ലാം എന്നൊക്കെ വെറുതെ ചിലർ പറയും, അതൊരു ഫാഷനാണ് വിചാരിച്ച് പറയാം. അതാണ് ആധുനികത. ഇപ്പൊ പഠിച്ചവല്ല എന്നൊക്കെ പറയലാണ് ഫാഷൻ എന്നൊക്കെ തെറ്റിദ്ധരിച്ച ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയണം. പക്ഷെ അവരൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ചില നേരത്തെ പുറത്തു വരും കുടുങ്ങുമ്പം. നമ്മൾ ഡോക്ടർ ഉസ്മാൻ സാഹിബർ പുസ്തകം ഇറങ്ങിയിരുന്നു. അന്ന് ഈ സോവിയറ്റ് റഷ്യയിലെ പിന്നെ അന്ന് അമേരിക്കയും അവരൊക്കെ നല്ലതാണ് മത്സരമുള്ളൊരു കാലത്ത് അതിനെപ്പറ്റി ഇങ്ങനെ എന്തൊരു ആയുധ പിന്നെ വിഷയത്തിൽ ഒപ്പിടുന്ന വിഷയത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പുസ്തകം വായിച്ചതിൻ്റെ ഓർമ്മയിൽ പറയണേ. അന്നത്തെ പോലെ നേതാവ് ഗോർബച്ചേവ് എന്ന് പറഞ്ഞാണ്. അയാൾ അറിയാതെ പറഞ്ഞു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ അതിനൊരു ബുക്ക് ഇറക്കി നമ്മുടെ ഡോക്ടർ ഉസ്മാൻ സാഹിബ്. അദ്ദേഹം സമർപ്പിച്ചത് അള്ളാഹിനെപ്പറ്റിയുള്ള വിശ്വാസം എല്ലാവരുടെയും ശുദ്ധ പ്രകൃതിയാണ്. അത് ആരും ഒളിപ്പിച്ചിട്ടും കാര്യമില്ല. അത് ശരിക്കും അവര് നിരീശ്വരവാദത്തിൻ്റെ മക്ക എന്നൊക്കെയാണ് സോവിയറ്റ് റഷ്യനെ പറഞ്ഞിരുന്നത്. അതിൻ്റെ നേതാവാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇബിലി പിന്നെ ഫിറൗനെ പറ്റി ഞാൻ പറഞ്ഞു. ഫിറൗൻ മാലിത്തുലൊക്കെ പിന്നെ ഇലാഹിന് വൈദ്യ, ഞാനല്ലാത്ത വേറെ ഇലാഹങ്ങൾക്ക് ഞാൻ അറിയില്ലൊക്കെ പറഞ്ഞ ആള്. അയാളോട് തന്നെ മൂസാ നബി പറയാണ് 9 തെളിവ് കാണിച്ചു കൊടുത്തത്, നുബുവത്തിന്റെ തെളിവുകൾ. പക്ഷെ അതൊക്കെ നിഷേധിച്ചു. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. എന്നാൽ അവരുടെ ഉള്ളിൽ ഉറപ്പാണ് ഖുർആൻ പറയാം. അവരുടെ ഉള്ളിലൊക്കെ അറിയുന്നത് ശരിയാണ്. കാരണം അവർക്കറിയാം മൂസാ നബി നബിയാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്, നമുക്കറിയാം. പക്ഷെ വേറെ താല്പര്യം കൊണ്ട് അവര് നിഷേധിക്കണം. അപ്പൊ ഈ ഫിത്രത്ത് അത് വലിയ തെളിവാണ്. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാവണേ ഫിത്രത്ത്. പക്ഷെ അത് ഉറങ്ങിക്കിടക്കണം. അതിനുണർത്താനാണ് അമ്പിയാക്കൾ വന്നത്. മറ്റൊന്ന് അമ്പിയാക്കൾ പറഞ്ഞു ലോകത്തെ പറ്റി ചിന്തിക്കാം. ഖുർആൻ പറഞ്ഞു ലോകത്തെ പറ്റി ചിന്തിക്കുക, അതിനുണർത്താൻ. അപ്പൊ ഈ ലോകം താനുണ്ടാവില്ല, അതൊക്കെ അള്ളാഹുവാണ്. എങ്കിലും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കണം എന്നതിലേക്ക് അത് എത്തിക്കും. പിന്നെ ഈ ഫിത്രത്ത് ഉണരലെപ്പോഴാണ് പ്രതിസന്ധിന്റെ സമയത്ത്. ഈ അള്ളല്ല എന്നൊക്കെ പറഞ്ഞാലും ആ കുടുംബം ഒറ്റപ്പെട്ട് വല്ല പേടിയുള്ള രംഗത്തൊക്കെ എത്തിയാൽ താനെ ഒളിപ്പിച്ചു വെച്ച അള്ളാഹുവിന്റെ വിശ്വാസം കൊണ്ട് പുറത്തു വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഫിത്രത്ത് അത് തെളിവാണ്. പിന്നെ ഷറഈ തെളിവ്, ഷറഅ് കുറെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ അമാനുഷികത പറയുന്നുണ്ട്, അത് വെല്ലുവിളിക്കുന്നുണ്ട് പല രൂപത്തിൽ. ചിലപ്പോൾ ഖുർആൻ സമാനമായത് കൊണ്ടുവരാൻ പറയും, ഇല്ലെങ്കിൽ അതിൽ 10 അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കൊണ്ടുവരുന്നില്ല. അതിലുള്ള ഒരധ്യായത്തിന് സമാനമായത് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെല്ലുവിളി കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് അള്ളാഹ് ഇറക്കിയതാണ് എന്നതിൻ്റെ തെളിവ്. പിന്നെ ഇസ്ലാമിൻ്റെ ജീവിത പദ്ധതി, ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചാൽ അത് ഹറാമാക്കാതിരിക്കാൻ ഒരാൾക്കൊരു ന്യായം കാണില്ല. അത് ഇസ്ലാം ഹലാലാക്കിയത്, ഇസ്ലാം ഹറാമാക്കി, ഇസ്ലാം വേണ്ടാറുന്നൊരു കാര്യം അത് വേണമെന്ന് ഒരാൾക്ക് ശരിക്കും സമർത്ഥിക്കാൻ കഴിയില്ല. അത്ര നല്ല ജീവിത പദ്ധതിയാണ് ഏതെടുത്ത് നോക്കിയാൽ. അപ്പോൾ ഏതായാലും ശരി, അള്ളാഹുവിലുള്ള വിശ്വാസം അതിലൊന്ന് അവൻ്റെ വജൂദാണ്. മറ്റൊന്ന് റുബൂബിയത്തിൽ, ഇതൊക്കെ മാറിയോണ്ട് ഞാൻ സൂചിപ്പിച്ചു പോകണുള്ളൂ. റുബൂബിയത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളയാണ് സൃഷ്ടാവ്, അവനാണ് ആധിപത്യം, അവനാണ് തദ്ബീർ. ഇതിലൊക്കെ അള്ളാഹിനെ ഏകനാക്കി. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടുത്ത കാര്യം. തൗഹീദ് റുബൂബിയത്ത് പറഞ്ഞത് ഖൽഖിൽ അള്ളാഹ് മാത്രം, ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച അവൻ മാത്രം. പിന്നെ അല്ലാതിന്റെ അധികാരം, ആ ആധിപത്യം അള്ളാഹ്ക്ക് മാത്രം. പിന്നെ ലോകത്തൊക്കെ നിയന്ത്രിക്കുന്നത് അവൻ മാത്രം. ഇതെല്ലാവരും മക്കയിലും മുശ്രിക്കുകളൊക്കെ അംഗീകരിച്ചിരുന്ന വിഷയമാണ്. അവരോട് ചോദിച്ചാൽ അവരങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. ഒമയുദ്ധപ്പുള്ള ലോകം നിയന്ത്രിക്കണ അറിയിച്ച അള്ളാഹു എന്ന് പറയും. അതുപോലെ വലൈസാൽത്തമ്മൻ ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശങ്ങൾ ഭൂമി സൃഷ്ടിച്ചത് അറിയിച്ച അതൊക്കെ അള്ളാഹു എന്ന് പറയും. അതുപോലെ അമ്മൻ യംലികു സമ വൽ അബ്സാർ, അതുപോലെ ഈ സമഇന വൽ ബസർ, കേൾവിയെ കാഴ്ചനൊക്കെ അധീനപ്പെടുത്തുന്നത് ആരാ, ഇതിനൊക്കെ നിയന്ത്രണം ആരെങ്കിലൊക്കെ അള്ളാഹു എന്ന് പറയും. അപ്പൊ അവര് റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു, തൗഹീദ് റുബൂബിയത്ത്. അപ്പൊ റബ്ബിലുള്ള വിശ്വാസത്തെ രണ്ടാമത്തെ കാര്യമാണ് റുബൂബിയത്തിൽ അനുസരിച്ച്. പക്ഷെ ഇന്ന് ഇതിലും പ്രശ്നം വന്നിട്ടുണ്ട്.
ഇന്ന് റുബൂബിയത്ത് അംഗീകരിക്കാത്ത പ്രശ്നമുണ്ട്. ഇന്ന് ലോകം നിയന്ത്രിക്കണ ആലോചിച്ച ചില ആൾക്കാർ ചില മാനസിക രോഗികളുടെ പേരൊക്കെ പറയലുണ്ട്. ഒരു ലോകം നിയന്ത്രിച്ച് മരിച്ചുപോയ ചില ആൾക്കാരുടെ പേരൊക്കെ പറയലുണ്ട്. ഭയങ്കര പൊട്ടന്മാരാണ് ഈ കാലത്തുള്ള മനുഷ്യന്മാർ എന്ന് നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മക്കയിലെ മുശ്രിക്കുകൾ പോലും അവരൊക്കെ കവിച്ചു നോക്കും. അവരൊക്കെ ലോകം നിയന്ത്രിക്കണ ആലോചിച്ച അള്ളാഹു എന്ന് പറഞ്ഞിരുന്നു അബൂജഹലും കൂട്ടിട്ട്. ഇന്നതൊക്കെ വേറെ കുറെ ആൾക്കാരാണ് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ തൗഹീദുൽ ഉലൂഹിയ്യത്ത്, ഇതിനാണ് ലോകത്ത് അമ്പിയാക്കൾ വന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരും ജിന്നുകളെ അള്ളാഹ് സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനു വേണ്ടിയാണ് അമ്പിയാക്കളെ പറഞ്ഞയച്ചത്. മറ്റേതൊക്കെ മനുഷ്യന്റെ പ്രവൃത്തിയാണ്. അതിനെ ഉണർത്തിയിട്ട് അവരംഗീകരിക്കുന്ന വിഷയം എടുത്തിട്ട് അത് വെച്ച് പിന്നെ നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം എന്ന് തേടുന്നുണ്ടല്ലോ. അങ്ങനെ റബ്ബിന് മാത്രം ഇബാദത്ത് എടുക്കുക എന്ന് പറയുന്ന തൗഹീദുൽ ഉലൂഹിയ്യത്താണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ മൂന്നാമത്തെ ഭാഗം. പിന്നെ തൗഹീദുൽ അസ്മാ വസിഫാത്താണ്. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കാന്ന് അറിയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹ് നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അതിൽ അള്ളാഹിന്റെ നാമം അവന് മാത്രം, അത് വേറെ ആർക്കും അതിൽ പങ്കില്ല. റബ്ബിനെ ഏകനാക്കുക. അത് റബ്ബിന്റെ വിശേഷണങ്ങൾ, ആ വിശേഷങ്ങൾ തുല്യമായ വേറൊരാൾക്കുമില്ല, അതിൽ അവനെ ഏകനാക്കുക. അപ്പൊ ഇതിൽ രണ്ട് കാര്യം അടങ്ങിയിട്ടുണ്ട്. ഒന്ന് അൽ ഇസ്ബാത്ത്, ഒന്ന് സ്ഥിരപ്പെടുത്തുക. ഇതെന്താ? ബിഅൻ നുസ്ബിത ലില്ലാഹി അസ്സ വജല്ല ജമീഅ അസ്മാഇ. അള്ളാഹ്ക്ക് എത്ര നാമുണ്ടോ അതൊക്കെ അള്ളാഹ്ക്ക് നമ്മൾ സ്ഥിരപ്പെടുത്താം. ഒരു ഹദീസ് 99 നാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇഫ്ളാക്കിയാൽ അത് ഹൃദയസ്ഥമാക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ച് ജീവിക്കുക, എങ്കിൽ സ്വർഗത്തിൽ കരുതുക. പക്ഷെ 99-ലേറെ ഖുർആൻ എടുത്താൽ തന്നെ കിട്ടും, ഹദീസൊക്കെ എടുത്താൽ. അപ്പം എന്താ, നമുക്ക് സ്വർഗത്തിൽ പോകാൻ 99 എണ്ണം തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. വേറെ നാമങ്ങൾ അതാണ്, അതൊക്കെ സ്ഥിരപ്പെടുത്തണം. വന്ന നാമങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തുക. പിന്നെ റബ്ബിന് വിശേഷങ്ങൾ, നാമങ്ങളെക്കാൾ വിശേഷങ്ങളുണ്ടാവും അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, അത് മുഴുവനും സ്ഥിരപ്പെടുത്തണം. അതാണ് ഇസ്ബാത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് നഫ്യുൽ മുമാസല, പിന്നെ അതുപോലെ എന്നതില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ സിഫത്ത്, അള്ളാഹിൻ്റെ വിശേഷം സൃഷ്ടികൾ ഇല്ല വിശേഷണം പോലെയാണ്. അല്ലെ അള്ളാഹ് ഇറങ്ങുന്ന മറ്റേയാൾ ഇറങ്ങുന്ന മാതിരിയാണ്. അതുപോലെ അള്ളാഹ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നറിയുന്നത് മറ്റേയാൾ കസാലിരിക്കുന്ന മാതിരിയാണ്. അങ്ങനെ കണ്ടല്ല സാദൃശ്യപ്പെടുത്തൽ. ഇതൊക്കെ മഹാ അപകടമാണ്. ഒന്നും സാദൃശ്യപ്പെടുത്താൻ പാടില്ല. ഒക്കെ അള്ളാഹിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിലുള്ള വിശേഷണങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിലാണ് വേറെ ഒരുപാട് ആൾക്ക് തെറ്റുപറ്റിയത്. ചിലരെന്ത് ചെയ്തു, ഒന്നടങ്കം തള്ളിയതിന് മുഅത്തിലകൾ എന്ന് പറയും. മുഅത്തില എന്ന കൂട്ടരുണ്ട്. ഒരു അള്ളാഹിന്റെ നാമങ്ങളും വിശേഷങ്ങളൊക്കെ തള്ളി, എല്ലാം തള്ളി, ഒന്നും അംഗീകരിക്കൂല. വേറെ ചിലരെന്ത് ചെയ്തു, ചിലരെടുക്കുന്നു, ചിലത് തള്ളുന്നു. അപ്പൊ അശ്വരികളൊക്കെ എന്താ ചെയ്യണത്, ചേട്ടനെടുക്കുന്നതാണ്. ഞങ്ങൾ 7 വിശേഷങ്ങൾ എടുക്കും, ബാക്കിയൊക്കെ തള്ളുന്നു. അല്ലാതെ കുറേ വിശേഷങ്ങളുണ്ട്, ഒക്കെ എടുക്കില്ല, കുറച്ചെടുക്കുള്ളൂ എന്നൊക്കെ പറയാം. അപ്പൊ ഇതിൽ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നന്റെ വീക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞത് മുഴുവൻ എടുക്കുക. അള്ളാഹ് എത്ര നാമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അംഗീകരിക്കുക. അത് വരോ അശ്വരികൾ നാമങ്ങൾ അംഗീകരിക്കും, വിശേഷങ്ങൾ തള്ളും. പക്ഷേ അതിൽ വലിയ അപകടമുണ്ട്. കാരണം എല്ലാ വിശേഷണങ്ങളിലും എല്ലാ നാമങ്ങളിലും വിശേഷണങ്ങളുണ്ട്. മനസ്സിലായില്ല? ഇപ്പം റഹീം അതാണ് ഒരു നാമമാണ്. റഹ്മത്ത് എന്നുള്ള വിശേഷണമുണ്ട്. ഖദീർ അതാണ് ഒരു പേരാണ്. അപ്പൊ ഖുദ്റത്ത് എന്നുള്ള വിശേഷണമുണ്ട്. അലീം ഇൽമു എന്നുള്ള വിശേഷണമുണ്ട്. ഏത് നാമെടുത്താലും അവർക്ക് വിശേഷണം ഉണ്ടാകും. അപ്പൊ അങ്ങനെ നാമെടുക്കുന്ന വിശേഷണങ്ങളില്ലാത്ത നാമെടുത്തിട്ട് എന്താ കാര്യം? ഒരേണ്ണ മാത്രം എടുക്കുള്ളൂ എന്നാണ്. വിശേഷണങ്ങൾ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ ഓരോ പഴയ കാലത്ത്, പിൽക്കാലത്ത് ഇതൊന്നും അത്ര വലിയ ചർച്ച ഒന്നുമില്ലെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ വലിയ വിഷയമായിരുന്നു. വലിയ വ്യതിയാനം ഈ അഖീദ തന്നെയായിരുന്നു. അതും തൗഹീദിന്റെ വിഷയത്തിൽ. ചിലര് ഉലൂഹിയത്തിൽ പഠിച്ചു, വേറെ ചിലര് ആ കാലത്ത് അധികം അസ്മാഉ സിഫാത്തിലായിരുന്നു. ആ ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞ ഉടനെയൊക്കെ വലിയ ചെറുക്ക് ഒന്നും വല്ലാതെ വന്നിരുന്നില്ല. അതൊക്കെ പിന്നെ ഷിയാക്കളത്തിൽ നിന്ന് ക്രമേണ വന്നതാണ്. അപ്പൊ ഏതായാലും ഇത് മതി. റബ്ബിലുള്ള വിശേഷണങ്ങൾ, പിന്നെ വിശ്വാസം എന്നാണ് 4 കാര്യം അടങ്ങി നമ്മൾ പറഞ്ഞു. അത് മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട നല്ലവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം നമുക്ക് പരലോകത്തിൽ നമ്മുടെ നന്മന്റെ തുലാസിൽ കനം നൽകുന്ന സൽക്കർമ്മമായ
ഞങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وصلى الله على محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അങ്ങനെയൊക്കെ ആ മുമ്പുള്ള ആൾക്കാർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ കല്ലും നെല്ലും വേർതിരിച്ച് കൊണ്ടുവച്ചിട്ട് അതൊന്ന് വായിച്ച് പഠിക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. തൽക്കാലം ചില കാര്യങ്ങൾ ഓർമ്മ വന്നിങ്ങനെ സംസാരിച്ചതാണ്. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള തൗഫീഖ് നമുക്കുള്ള പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലൈഹി